നമ്മൾ പറഞ്ഞു പൊളിക്കുന്നതിനൊരു വിരോധമില്ല, ആവശ്യത്തിന് സ്ഥലം എടുത്തു. എനിക്കിപ്പോൾ ഇവിടെ അധികം സ്ഥലമൊന്നുമില്ല. അപ്പം വീതി എടുത്തു, നിങ്ങൾ പൊളിച്ചോ കെട്ടി തേച്ച് തന്നെച്ചാൽ അത് പിന്നെ പൊളിച്ചാൽ കെട്ടി തേച്ച് തരാതിരിക്കും എന്നൊക്കെ ചോദിച്ച് വകുപ്പൊക്കെ പറഞ്ഞാൽ ചെയ്തു. ഭയങ്കര അപകടമാണ്. അല്പം സ്ലിപ്പായാൽ മതി. കുട്ടികൾ വന്നിവിടെ ബസ്സിലാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ഥലമാണ്. ഇതിന് സ്ലാബ് ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ 2 പ്രാവശ്യം കുട്ടികൾ തോട്ടിപ്പോയി. ഇവർ ചെയ്യുന്നില്ല. ഞങ്ങൾ ഓഫീസിൽ എഴുതി കൊടുത്തു. അതും കാര്യം ഈ അലൈൻമെന്റ് എടുക്കുക, എപ്പോ അലൈൻമെന്റ് എടുക്കുക, എന്താ അലൈൻമെന്റ്. അതേപോലെ ഈ കയറ്റമൊക്കെ ഈ കയറ്റം എല്ലാം കംപ്ലീറ്റ് പഴയ കയറ്റം തന്നെ ഇപ്പോൾ ഉണ്ട്. 1 ഇഞ്ച് താന്നിട്ടില്ല. ഈ കാണിക്ക് സ്ലാബില്ല. ഈ 2 ഭാഗം സ്ലാബ് ഇടാൻ പറഞ്ഞിട്ടില്ല. ഈ കലിങ്ക് വരെ ഇടേണ്ടതാണ്. ആദ്യമേ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സ്ഥലം വിട്ടു കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് സ്ലാബ് ഇടണമെന്ന്. അപ്പോൾ ആ തോടിനും ആൾമറയില്ല. ഉരുട്ടും പപ്പു പറഞ്ഞ പോലെ നിൽക്കുക, ശരിയാക്കി തരാം. കേവലമായിട്ട് എഴുതി കൊടുത്തിട്ട് പോലും ഒരു മറുപടിയില്ല. ഇവിടുത്തെ മുഴുവൻ ആവശ്യങ്ങളും എഴുതി കൊടുത്തു. ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം. എടൂർ മുതൽ പാലത്തുംകട വരെ നിർമ്മിക്കുന്ന റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 24 കിലോമീറ്റർ നിർമ്മിക്കുന്ന റോഡിൻ്റെ വാണിയപ്പാറ ടൗണിലാണ് ഇപ്പം ശരിയാക്കി തരാം പരമ്പര ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ചെറിയ ശരിയായിട്ട് ശരിയായിട്ട് അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ വീട് ഉള്ള നമ്മുടെ ചേട്ടനുണ്ട്. ചേട്ടനും അതിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ചേട്ടനുമുണ്ട്. അപ്പോൾ ഈ റോഡ് നിർമ്മിക്കുമ്പോൾ അവരെന്താണ് ഈ പറഞ്ഞത്? നിങ്ങൾ ഈ സ്ഥലം വിട്ടുകൊടുത്ത് പുതിയ മതിൽ നിർമ്മിച്ച് തരാം, തേച്ച് തരാന്നൊക്കെയല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണ്? ശരി, ഇപ്പോൾ ഈ അവസ്ഥ 1.5 വർഷമായിട്ട് ഇത് തേക്കാതെ ഇങ്ങനെ കിടക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവരോട് പറയുമ്പോൾ എന്താണ്? അവരോട് പറയുമ്പോൾ അവരിപ്പം ശരിയാക്കി തരാൻ പറഞ്ഞിട്ടില്ല, ചെയ്യാന്ന് പറയും. ഇതിന്റെ പ്ലാൻ ആയിട്ടില്ല, ഈ തേക്കുന്നതിന്റെ പ്ലാൻ നമ്മുടെ ഇതിലായിട്ടില്ല എന്നൊക്കെയാണ് ഇതിന്റെ സൂപ്പർവൈസറും ഒക്കെ വന്ന് എപ്പോഴും എന്നോട് പറയുന്നത്. തേപ്പുകാരെ കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പണിക്കാരില്ല, നിങ്ങൾ തേപ്പിച്ചു. അപ്പൊ പലയിടത്തും തേപ്പിച്ചവർക്കൊന്നും ഇവർ പൈസ കൊടുത്തില്ലെന്ന് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ കാശ് മുടക്കി തേപ്പിച്ചിട്ട് പിന്നെ തേപ്പുകാർക്ക് നമ്മൾ കൂലി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുവരെ പിന്നെ പറയാ, ഇപ്പം എല്ലാവരും അടവ് പറയുന്നത് ഫണ്ടില്ല, സർക്കാരിൽ നിന്ന് പൈസ കിട്ടിയില്ലെന്നാണല്ലോ. അപ്പോൾ അത് പറഞ്ഞ് നമ്മളോടും അങ്ങനെ പറഞ്ഞാൽ മതി എന്നായിരിക്കും ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് വേറെ എവിടെയെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും വീടിൻ്റെ? ഇല്ല, ഇവിടെ ഇപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് ഇവിടെ മതിൽ തേക്കാൻ കിടപ്പുണ്ട്. അത് ആളുപടി ഇല്ലായിരുന്നു. നാട്ടിലായിരിക്കുമ്പോഴാണ് ആ മനുഷ്യന്റെ ഗേറ്റ് പൊളിച്ചു കളഞ്ഞത്. ഇവര് JCB വെച്ച് മതിൽ പൊളിച്ചിട്ടിട്ട് ആ മനുഷ്യൻ വന്ന് നോക്കുമ്പോൾ ഗേറ്റ് പൊളിച്ചിട്ടിരിക്കോ. പിന്നെ ആ ഗേറ്റ് വിട്ടപ്പോൾ ആക്രിക്കാർക്ക് കൊടുത്തപ്പോൾ 2000 രൂപ കിട്ടി പുള്ളിപ്പോൾ കയ്യിലെ കാശ് മുടക്കി അവിടെ ഗേറ്റ് വെച്ചു. കാരണം വീട്ടിലോട്ട് ഇങ്ങനെ വിട്ട് കിടക്കത്തില്ലല്ലോ സംഭവം. 25,000 രൂപ മുടക്കി ഗേറ്റ് വെച്ചു. എന്നിട്ട് ഇത് അറ്റ്ലീസ്റ്റ് ഇതൊന്ന് തേച്ച് തരാൻ പറഞ്ഞിട്ട് ഇവർക്ക് പറ്റിയല്ല. ഇവർ അവിടെ ഇവിടെയൊക്കെ പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് വരെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോൾ അത്യാവശ്യക്കാരൻ ഒരു വീടിൻ്റെ മതിൽ പൊളിച്ച ആ മതിൽ തേക്കാണോ ആവശ്യം? പിന്നെ കയ്യാല കെട്ടിയത് മതിൽ കെട്ടില്ലാത്തടത്ത് കെട്ട് പൊളിച്ചിട്ട് അവിടെ കെട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവരോട് പറയല്ലാതെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങളിവരുടെ ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി. റെക്കോർഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, റെക്കോർഡിക്കല് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. എന്നിട്ട് അവരെ നാളെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, മെറ്റീരിയൽ ഇറക്കി തരാം, നിങ്ങൾ പണിക്കാരെ നിർത്തി തേപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. കൂലി അവർ കൊടുക്കാമെന്നോ? അല്ല, കൊടുക്കും. പിന്നെ എപ്പോഴാണ് നമ്മൾ കൊടുക്കണം കൂലി? തൽക്കാലം പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ എന്താ പറയാനുള്ളത്? ഈ ഒരു വളരെ ദയനീയമുള്ള അവസ്ഥയാണ്. എന്താ പറയാനുള്ളത്? ഞങ്ങൾ പറയാനുള്ളത് നമ്മുടെ അനിയൻ്റെ ആണ് ഇത്. അനിയൻ ഇവിടെ ഇല്ലാത്ത നാട്ടിലായിരുന്നു. ആ സമയത്ത് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ വാക്ക് കേട്ട് ഞാൻ മതിൽ പൊളിച്ചോളാൻ പറഞ്ഞു. അവർ JCB വലിച്ചു പടത്തി ഗേറ്റും കളഞ്ഞ് എല്ലാം കളഞ്ഞു കെട്ടി തന്നു. പക്ഷേ തേച്ച് തന്നിട്ടില്ല. ഗേറ്റ് ഞങ്ങൾ സ്വന്തം വെച്ച് 20,000 രൂപ മുടക്കി. ഞങ്ങൾക്ക് അത് വിറ്റപ്പോൾ കിട്ടിയത് 2000 രൂപ. ആ ഇരുമ്പ്. അതുപോലൊക്കെ ആ തോടിന് അവിടെ സ്ലാബ് ഇട്ടിട്ടില്ല. 2 ദിവസം പ്രാവശ്യം സ്കൂൾ കുട്ടികൾ താനെ പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് വരുന്നു. അവിടെ നിന്ന് കുറേ പിള്ളേർ വന്ന് അവിടെ നിൽക്കും ബസ് കയറാൻ. അവിടെ നിന്ന് ഇപ്പോൾ 2 പ്രാവശ്യം പിള്ളേർ കാനേ വരും. സ്ലാബ് ഇട്ടിട്ടില്ല. ഈ വേലിയും വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കെട്ടാനുണ്ട്. ഒരു 150 മീറ്റർ നീളം കെട്ടി പൊളിച്ചോണ്ട് പോയതാണ്. അവർ കെട്ടി തന്നിട്ടില്ല. അതാണ് കാണുന്നു വലതുവശം. ആ സൈഡിൽ ഈ തോടിനക്കരെ നല്ല ജനവാസ കേന്ദ്രമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ സ്കൂൾ കുട്ടികളടക്കം ഇവിടെ വെയിറ്റ് ചെയ്യുന്നതാണ്. അവിടെയാണ് 2 പേര് വീണെന്ന് പറയുന്ന കാനയിൽ. എൻ്റെ വീടിൻ്റെ മുമ്പിലായ ഏരിയയിൽ ഏറ്റവും ആദ്യം സ്ലാബ് എടുത്തത്
സ്ലാബ് എടുത്തുണ്ട്, 8 ആയി സ്ലാബ് എടുത്തുണ്ട്. ഞാനെന്നിട്ട് തെങ്ങിന് പോലും ഒരു പണിയെടുക്കാണ്ട് തെങ്ങ് വേണേൽ മുറിച്ചോന്നും പറഞ്ഞിട്ട് പിന്നെ വിട്ടുകൊടുത്താൽ അത് കയ്യാലേം പൊളിച്ചിട്ടില്ല, തെങ്ങും മുറിച്ചിട്ടില്ല. അവിടെ കുപ്പിക്കെഴുത്ത് പോലെ വീടിൻ്റെ അവിടെ സ്ലാബ് ഇട്ടിട്ടാണ് ഇത് തോണി പോലെ വണ്ടി കാറ് കയറാൻ പറ്റിയാൽ, ജീപ്പ് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ. അവരോട് പറഞ്ഞിട്ട് ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം എന്നും പറഞ്ഞിട്ട് നിൽക്കുക. അവർ ശരിയാക്കാന്ന് പിന്നെ കുതിരോട്ടം പപ്പു പറഞ്ഞ പോലെ നിൽക്കുക. അപ്പോൾ ശരിയാക്കി തരാം 1.5 കൊല്ലമായി. മഴക്കാലത്തിന് മുമ്പ് പറഞ്ഞു ഇപ്പോൾ ആക്കാന്ന്, മഴയായപ്പോൾ പറഞ്ഞു മഴ കഴിയട്ടെന്ന്. ഇത് തന്നെ ഇനിയിപ്പോ മേലെ അടിയട്ടെ. ഇനിയിപ്പോ എപ്പോ പറയാ നമുക്കൊരു പ്രതീക്ഷയില്ല. തേപ്പ് വരില്ല, അപ്പൊ ശരിയാക്കാം. ഇതിന് ന്യായം പറഞ്ഞു. അല്ല ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾ നിങ്ങൾ റെക്കോർഡിൽ എഴുതി ഓഫീസിൽ തരാം. ഇതിപ്പോ റെക്കോർഡിൽ ഞങ്ങൾ ഓഫീസിൽ എഴുതി കൊടുത്തു. എഴുതി കൊടുത്തപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു ടീം ഇങ്ങോട്ട് വന്നു. ഒരു ഉച്ച ആനായപ്പോൾ എൻ്റെ അടുത്തോട്ട് വന്നായിരുന്നു. നിങ്ങൾ മെറ്റീരിയൽ ഇറക്കി തരാം, നമുക്ക് തൊഴിലാളികളില്ല, അതുകൊണ്ട് നിങ്ങൾ തേപ്പിച്ചു. ഞങ്ങൾ തേപ്പിക്കാൻ. ഞാൻ പറഞ്ഞു ഇപ്പോൾ പെരുമഴയല്ലേ പെയ്തോണ്ടിരിക്കുന്നത്, ഇപ്പോൾ തേപ്പ് അടക്കിയല്ലേ, അതായത് അത് പിന്നീട് ആലോചിക്കാമെന്നും പറഞ്ഞു ഞാൻ വിട്ടു. അപ്പോൾ 1 കിലോമീറ്ററിൽ 5.5 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഈ റോഡിൻ്റെ ഇവർ ഈ അധികൃതർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ആദ്യം പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ ഇതുവരെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അവരുടെ ആവശ്യങ്ങളാണ്. ഇപ്പോൾ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് 1.5 വർഷക്കാലം കഴിഞ്ഞു നമ്മുടെ ഈ റോഡിൻ്റെ പണി മുന്നോട്ട് വന്നിട്ട്. അന്നൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങൾ ഇത്രയും നല്ല റോഡ് വരുന്നല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവരും സഹകരിച്ചു. എല്ലാവരുടെയും വീടുകളിൽ പോയി അതാത് ആൾക്കാരെ കണ്ടിട്ടാണ് നമ്മൾക്ക് ടൗണിൽ 12 മീറ്ററും അല്ലാത്തടത്ത് 11 മീറ്ററുമാണ് നമ്മൾ ഈ വീതി പറഞ്ഞ് നമ്മൾ ഈ സ്ഥലം മേടിച്ചത്. ശരിക്കും ഇത് 8 മീറ്റർ ഉണ്ടായിരുന്നത്. നമ്മൾ അത്രയും നല്ലൊരു റോഡല്ലേ, എല്ലാവരും സഹകരിക്കാമെന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ അങ്ങനത്തെ ഇതിലേക്ക് വന്നത്. ഇതെല്ലാം പൊളിച്ചിട്ട് നിങ്ങൾ കേട്ടതല്ലേ, ഇതുപോലെ എല്ലാം പണിതിട്ടും ഇതിൻ്റെ ബാക്കി ഒരു ഫോളോ അപ്പ് ഇവർ ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല. നമ്മുടെ ഈ വാർഡിൽ എന്ന് പറഞ്ഞാൽ ഇല്ലിക്കപ്പാലം തൊട്ട് നമ്മൾ തട്ട് വരെയാണ് നമ്മുടെ ശരിക്കും വാർഡ് വരുന്നത്. അതിൽ തന്നെ ഇല്ലിക്കപ്പാലത്തിൻ്റെ അവിടുന്ന് മണിമരുന്നിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു നെയിം ബോർഡ് വെച്ചിട്ടില്ല. ഇതെല്ലാം എന്നോട് അവർ പറഞ്ഞു, മെമ്പർ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് ഇട്ട് തരാൻ പറഞ്ഞിട്ട് ഞാനൊരു 2 മാസമായത് ഇട്ട് കൊടുത്തിട്ട് ഇതുവരെ ഈ നിമിഷം വരെ അതിനൊരു ഫോളോ അപ്പ് അവർ ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് പുന്നക്കുണ്ട് അങ്ങോട്ട് തിരിയുന്നവർ ഒരു സ്ഥലത്തും ബോർഡ് വെച്ചിട്ടില്ല. അത് നിരന്തരമായിട്ട് അവിടുത്തെ ഒരു ചേട്ടൻ എന്നെ വിളിച്ച്, മെമ്പറെ അവിടെ ലൈറ്റില്ല, അവിടെ ഒരു ലൈറ്റില്ല, ഒരു ബോർഡില്ല, പിന്നെ ഞങ്ങൾ ഈ പുന്നക്കുണ്ടുകാരാണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 2 വീട്ടുകാർ അവർ സ്ഥലം വിട്ടു കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. ആദ്യം പാമ്പയ്ക്കൽ അപ്പച്ചൻ എന്ന് പറയുന്ന അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇവർ ആ സമയത്ത് പോയി അത് പൊളിച്ച് ചെയ്യാത്ത കൊണ്ട് അവരുടെ മകൻ്റെ കല്യാണം വന്നതുകൊണ്ട് അവരവിടെ ഇതെല്ലാം കാനയെല്ലാം ഫില്ല് ചെയ്ത് അവർ ചെയ്തിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് അവർ പറഞ്ഞു ഇനി ഇതിന് ഇത്ര സമയം തന്നു, അതുകൊണ്ട് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവർ അതിൽ നിന്ന് ഒഴിവായി. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് മാമച്ചൻ പകലോമറ്റർ എന്ന് പറയുന്ന അവരുടെ ഒരു ഇത് പൊളിച്ചിട്ടില്ല നിലവിൽ. പിന്നെ കാനയുണ്ടോയെന്ന് ചോദിച്ചാൽ കാന ജസ്റ്റ് ഉണ്ടെന്നല്ലാണ്ട് അതിനൊന്നും ഒരു കനാല് ഫുള്ള് രൂപത്തിൽ ഇവിടെ ചെയ്തേക്കുന്ന പോലെ വെള്ളം പോകുന്നില്ല. അവിടെ ബ്ലോക്ക് ചെയ്ത് കിടക്കും. അതെല്ലാം വഴി കൂടിയാണ് ആ വെള്ളം പോകുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ ഇവരുടെ 2 മതിലുകൾ, പിന്നെ അങ്ങോട്ട് പോകുന്ന ആ കാരുണ്യനഗറിലേക്ക് പോകുന്ന അവിടെ ഒരു സ്ലാബ് ഇട്ടിട്ടില്ല, അത് വിഷയം. പിന്നെ നമ്മൾ വാണിപ്പാറ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഉള്ളത് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് അവിടെ വരുന്ന ഒരു ഇതിൽ അവർ ചെയ്തു തരാൻ നമ്മളോട് വാക്ക് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അവർ ചെയ്തിട്ടില്ല. പിന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ 1-2 സ്ഥലത്ത് വിഷയങ്ങളുണ്ട്. ചെട്ടിയാട്ട് കുര്യൻ്റെ മതിലുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികൾ അവിടെ സ്കൂളിൽ വരുന്നതാണ്. അവിടെ ഒരു വെയിറ്റിംഗ് ഷട്ടർ വെക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ അവർ ചെയ്തിട്ടില്ല. പിന്നെ മുകളിലോട്ട് തട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വാണിപ്പാറ താമസിക്കുന്ന ഒരാളുടെ ഒരു സ്ഥലമുണ്ട്, നമ്മളാ ഒരു എസ് വളവ് അങ്ങ് ഇറങ്ങുന്നിടത്ത് അവിടെ കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെയും കെട്ടിക്കൊടുത്തിട്ടില്ല. ഇതൊക്കെ എസ്റ്റിമേറ്റിലുള്ളതല്ലേ? ഇതെല്ലാം എസ്റ്റിമേറ്റിലുള്ളതാണ്. പക്ഷേ ഈ നിമിഷം വരെ ഇവർ ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ നിരന്തരം ഈ പറയുന്ന പോലെ ഇവർ പറയുന്ന ആവശ്യപ്രകാരം ഞാൻ ഇവരെ വിളിക്കാറുണ്ട്, മെസ്സേജ് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവർ ഒന്നും ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒരു അനുകൂലമായ ഒരു കാര്യങ്ങളും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച് മെമ്പറോടല്ലേ പറയാൻ പറ്റുള്ളൂ ആധികാരികമായിട്ട്. ഇപ്പോൾ ഞാൻ ഇറങ്ങി നിൽക്കുന്നത് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നമ്മുടെ വാണിയപ്പാറ ടൗണിൽ ഇതൊരു ഡ്രൈനേജ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ടിട്ടില്ല. ഇതിൽ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് ഇവിടെ 2 കുട്ടികൾ ഇവിടെ വീണ് പരിക്കേറ്റ ഒരു സംഭവം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നാട്ടുകാരുടെ പരാതികളാണ് ഇപ്പം ശരിയാക്കി തരാൻ പരമ്പരയിലൂടെ ഞങ്ങളിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് കാണുന്ന അധികൃതർ ഇവിടെ ബസ് സ്റ്റോപ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ 3-4 ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ ഡ്രൈനേജിലേക്ക്
ദൈവം സഹായിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഡ്രൈനേജിലേക്ക് വെള്ളം വീഴുന്നില്ല, എല്ലാ വെള്ളവും റോട്ടിൽ കൂടെ തന്നെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അത്ഭുതകരമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് വർക്ക് തന്നെയാണ് നമ്മുടെ ഈ വാണിയപ്പാറയിൽ ഈ റോഡ് നിർമ്മാണത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ നാട്ടുകാരുടെ ഈ ആശങ്കകൾ, ഇവർ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടും ഇതുവരെ ഇവരുടെ ഈ ആശങ്ക, ഇവരുടെ പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള നടപടി അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പോയാൽ പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം വാണിയപ്പാറയിൽ നിന്നും ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 3 നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ്. വരൂ, അനുഭവിച്ചറിയൂ വിശാലതയുടെ, വിലക്കുറവിന്റെ, വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച. സ്നേഹപൂർവ്വം തലാൽ മാർക്കറ്റ്, മെയിൻ റോഡ്, ഇരിട്ടി.